ഗൂഗിളിൽ admissions.kerala.university.ac.in എന്ന സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ വരുന്ന വിൻഡോയിൽ FIUGP സെലക്ട് ചെയ്യണം. FIUGP CSS സെലക്ട് ചെയ്യരുത്. അഫിലിയേറ്റഡ് കോളേജുകളിലേക്ക് FIUGP ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന ഈ പേജിൽ പ്രോസ്പെക്ടസ് ഉണ്ട്. പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പിന്നെ പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ കോഴ്സസ് ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ അത് ഏതൊക്കെ കോളേജിലുണ്ടെന്ന് അവിടെ കാണിക്കും. ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് നമുക്കപ്പോൾ ഏതൊക്കെ കോളേജിലുണ്ടെന്ന് നോക്കാം. ഇനിയുള്ളത് കോളേജസ് ആണ്. കോളേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോളേജിലുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് രജിസ്ട്രേഷനിലേക്ക് പോകാം. അതിനായിട്ട് ഹോം പേജ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ്റെ പേജ് കിട്ടും. ന്യൂ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ ഏതാണെന്ന് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഞാൻ ചോദിച്ചിരിക്കുന്ന ജെൻഡർ, നാഷണാലിറ്റി, പിന്നെ മൊബൈൽ നമ്പർ സൂക്ഷിക്കണം. ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ വേണം. അതിലായിരിക്കും OTP ഒക്കെ വരുന്നത്. ഇയർ ഓഫ് പാസിംഗ് 2025 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിമും മാർക്സും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പ് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ 2023 കൊടുത്തത്. അതുകൊണ്ട് ഞാൻ പേരൊക്കെ ടൈപ്പ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇമെയിൽ ID കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു വിൻഡോ വരും. നോക്കണം. അപ്പോൾ ആ വിൻഡോ, ഈ വിൻഡോയിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ വെക്കാം. ഇനി മൊബൈലിൽ വന്ന OTP അവിടെ കൊടുക്കുക. OTP കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കാണും. ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് /ഇട്ട ഫോർമാറ്റിലാണ് നേരത്തെ കാണിച്ച പോലെ. ഇനി വീണ്ടും നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് /ഇട്ട അത് പഠിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വന്ന് ഇത് വായിച്ച് നോക്കിയിട്ട് പ്രൊസീഡ് കൊടുക്കുക. നമ്മുടെ ബാക്കി ഡാറ്റയൊക്കെ ഫില്ല് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ്. ഫീസ് അടച്ച് മാത്രമേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. കംപ്ലീറ്റ് ആയ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത്